ഈ ഒരു രീതിയിലായി നമ്മുടെ ഡിസ്പ്ലേ. നമ്മളത് ലോങ് പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ RPM കാര്യങ്ങളൊക്കെ വേറെ നമ്മുടെ 1 to 9 നമുക്ക് RPM കൂടെ കാണാൻ പറ്റും. നമ്മുടെ റൈഡർ സീറ്റ് നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ഈസി ആയിട്ട് എടുത്തിട്ട് നമുക്ക് നമ്മുടെ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഇനി ഹൈറ്റ് കൂട്ടണമെങ്കിൽ ഹൈറ്റ് കൂട്ടാൻ നമുക്ക് ഹായ് ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോൾ ന്യൂ നമ്മുടെ ഹിമാലയനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. അതായത് വണ്ടിയുടെ മുകളിലുള്ള പുതിയ പുതിയ ഫീച്ചേഴ്സും പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മിസ് ചെയ്യാണ്ട് കാണാം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് പഴയ ഹിമാലയനും പുതിയ ഹിമാലയനെയും കുറിച്ചിട്ട് പറയാനെന്താണെന്നുള്ളത് വെച്ചാൽ, പഴയ ഹിമാലയൻ ഒരു കുതിരയാണെങ്കിൽ ഇതൊരു പടക്കുതിരയാണ് നമ്മുടെ ഈ പുതിയ ഹിമാലയൻ എന്ന് പറയുന്നത്. അതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. അപ്പോൾ വണ്ടി നമ്മൾ പഴയതും പുതിയതും അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ മീറ്ററിലായാലും ഫുള്ള് ചേഞ്ചാണ്. പിന്നെ നമ്മുടെ ടയറിൻ്റെ കാര്യത്തിലായാലും ഫുള്ള് ചേഞ്ച് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ എഞ്ചിൻ്റെ ഭാഗത്തായാലും ഫുള്ള് ചേഞ്ച് വന്നിട്ടുണ്ട്. എഞ്ചിൻ ഇപ്പോൾ വന്നിട്ടുള്ളത് ഫുള്ള് ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് വന്നിട്ടുള്ളത് നമ്മുടെ പുതിയ ഹിമാലയനിൽ. വണ്ടി ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ CBR തൊട്ടടുത്ത് തന്നെയായിട്ട് നമ്മുടെ 2 വണ്ടിയും അടുത്തടുത്ത് തന്നെയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഹൻഡ്ലെ ബ്ലാക്കാണ് ഈ കളറ്. ഈ ഹൻഡ്ലെ ബ്ലാക്ക് ഹിമാലയനെ കുറിച്ചിട്ടുള്ളൊരു കുറച്ച് കാര്യങ്ങളാണ് നിന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോണത്. പിന്നെ എന്ന് പറയാനുള്ള വണ്ടി ഞാനിപ്പോൾ ഓടിച്ചിരുന്നു. വണ്ടി ഞാനൊരു 500 കിലോമീറ്റർ 428 കിലോമീറ്റർ ഞാൻ വണ്ടി ഓടിച്ചു. ആ ഒരു എക്സ്പീരിയൻസും നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ പടക്കുതിരയിൽ വന്നിട്ടുള്ള ഫുൾ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. അപ്പോൾ കഴിച്ച് ഇതാണ് നമ്മുടെ ഓൾ ന്യൂ ഹിമാലയൻ. ഈ ഒരു കളറാണ് നമ്മുടെ കയ്യിലുള്ള വണ്ടി. അതായത് ഹൻഡ്ലെ ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു മോഡലാണിത്. ഏറ്റവും കൂടുതൽ ഫാനുള്ള ഒരു കളറും കൂടിയാണ് നമ്മുടെ ഈ വണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഒരു വ്യൂ ആണ് കഴിച്ചത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ ഉള്ളിൽ റോയൽ എൻഫീൽഡിൻ്റെ ഒരു ലോഗോ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ വൈസറൊക്കെ നോക്കുകയാണെങ്കിൽ പഴയതിനെക്കാട്ടും കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ളൊരു വൈസറും കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഇൻഡിക്കേറ്ററൊക്കെ നോക്കുകയാണെന്ന് വെച്ചാലും ഫുള്ള് LED ഇൻഡിക്കേറ്റേഴ്സും, അതായത് പഴയ ഇൻഡിക്കേറ്ററിൻ്റെ പോലത്തെ ബൾബും കാര്യങ്ങളൊന്നുമല്ല വന്നുള്ളൂ. ഫുള്ള് LED ആണ്, ലൈറ്റാണ് നമുക്ക് ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് നമുക്കൊരു ഗാർഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗാർഡിൻ്റെ അടിയിലേക്ക് വരികയാണെന്ന് വെച്ചാൽ നമുക്കിവിടെ നമ്മുടെ റേഡിയേറ്റർ കാണാം. നമ്മുടെ ഈ പുതിയ ഹിമാലയൻ വന്നിട്ടുള്ളത് ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ റേഡിയേറ്റർ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ റേഡിയേറ്ററിൻ്റെ അടിയിലായിട്ടാണ് നമ്മുടെ ഹോണും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ ഹോണിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരിക വെച്ചാൽ നമ്മുടെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള 450cc എൻജിൻ നമുക്കിവിടെ കാണാം. അടിപൊളി എൻജിനാണ്, വേറെ ലെവലാണ്. അതായത് നമ്മളിത് ആക്സിലേറ്റ് കൊടുക്കുമ്പോഴേക്കും വണ്ടി കയറി പോണ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ തന്നെയാണ്. അതിൽ യാതൊരു സംശയം വേണ്ട, വേറെ ലെവൽ ഒരു എൻജിൻ തന്നെയാണ് ഈ ഇരിക്കുന്നത്. പിന്നെ എൻജിൻ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് എൻജിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മുടെ ഗിയർ ഷിഫ്റ്ററും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. നമ്മുടെ ഫുഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു രീതിയിലാണ് ഫുഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഫുഡ് റെസ്റ്റ് കഴിഞ്ഞിട്ട് നോക്കുകയാണെന്ന് വെച്ചാൽ നമ്മുടെ യെല്ലോ കളറിലുള്ള ഡിസൈൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ടാങ്കിൻ്റെ മുകളിൽ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ സീറ്റിൻ്റെ അടിയിലായിട്ടുള്ള ഒരു ഭാഗത്തും വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ സീറ്റിനെ കുറിച്ചൊക്കെ പറയുകയാണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഹാർഡായിട്ട് സീറ്റ് തോന്നുമെങ്കിലും പക്ഷേ നമുക്കൊരു കുഴപ്പമില്ലാത്തൊരു സീറ്റും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ വണ്ടിയിൽ വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ മാക്സിമം അതായത് നമ്മുടെ ടോപ്പ് ബോക്സ് കാര്യങ്ങളൊക്കെ വയ്ക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് കമ്പനി തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എഴുതിയിട്ടുണ്ട് മാക്സിമം ലോഡ് 7 kg താങ്ങുന്നൊരു കാരിയർ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സീറ്റിൻ്റെ അടിയിൽ നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ റിയർ സസ്പെൻഷൻ വന്നിട്ടുള്ളത് ഈ ഒരു ഡിസൈനിലും ഈ ഒരു പൊസിഷനിലൊക്കെയാണ് നമ്മുടെ റിയർ സസ്പെൻഷൻ വന്നിട്ടുള്ളത്. പിന്നെ അവിടെ നിന്ന് നോക്കുകയാണെന്ന് വെച്ചാൽ നമ്മുടെ സാരി ഗാർഡും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതലൊരു അട്രാക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയാനുള്ള കാര്യം നമ്മുടെ ഈ ഇൻഡിക്കേറ്റർ തന്നെയാണ്. അതായത് നമ്മുടെ BMW S1000RRലൊക്കെ വരുന്ന പോലെ ഉള്ളൊരു ഇൻഡിക്കേറ്റർ വിത്ത് ബ്രേക്ക് ലൈറ്റുള്ള ഒരു ലൈറ്റാണ് നമുക്ക് ബാക്കിൽ വന്നിട്ടുള്ളത്. അതായത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളൊന്നും നമുക്ക് ഈ പുതിയ ഹിമാലയനിൽ വരുന്നില്ല പഴയതിലുള്ള പോലെ. പിന്നെ പഴയതിൽ നമുക്ക് ഫുള്ള് ബൾബായിരുന്നെങ്കിൽ ഇത് ഫുള്ള് LED കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതേ ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ ഇൻഡിക്കേറ്ററും വിത്ത് ബ്രേക്ക് ലൈറ്റും കൂടിയിട്ടുള്ള ലൈറ്റ് നമുക്ക് വന്നിട്ടുള്ളത്. ബ്രേക്ക് പിടിക്കുമ്പോൾ ഈ റെഡ് ലൈറ്റ് കത്തും, അങ്ങനെയാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ നോക്കുക ഗൈസ് നമ്മുടെ ടയറും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നോക്കാനുള്ളത്. നമ്മുടെ C8 ടയറാണ് വന്നിട്ടുള്ളത്. C8 ടയർ വിത്ത് ട്യൂബ്ലെസ് ടയർ. പിന്നെ 140/80 R17 ഇഞ്ച് അലോയ്സാണ് വന്നിട്ടുള്ളത് കാര്യങ്ങളൊക്കെ. പിന്നെ എന്ന് പറയാനുള്ളത് നമുക്ക് അലോയ്സൊന്നും അല്ല വന്നിട്ടുള്ളത്, നമ്മുടെ സാധാ കമ്പി വീലാണ് വന്നിട്ടുള്ളത്.
നമ്മുടെ നോർമലി പഴയ ഹിമാലയങ്ങളിലുള്ള പോലത്തെ വീലും കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ എന്ന് പറയാനുള്ളത് നമ്മുടെ സീറ്റ് ഓപ്പണിങ് കാര്യങ്ങളൊക്കെ ഈ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത്, ഈ ഒരു സൈഡിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ സീറ്റും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്ത് നമുക്ക് നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ടൂൾസും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ സീറ്റിൻ്റെ അടിയിൽ വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഈ ടൂൾ വെച്ചിട്ടാണ് നമ്മുടെ ഹിമാലയൻ്റെ മുകളിൽ, അതായത് ചെയിൻ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഫുള്ള് ഈ ഒരു ടൂൾ വെച്ചിട്ടാണ് നമ്മൾ ഫുള്ള് കൺട്രോൾ ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു നമ്മുടെ ബാക്ക് സീറ്റ് തുറന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ സീറ്റ്, അതായത് നമ്മുടെ റൈഡർ സീറ്റ് നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ഈസി ആയിട്ട് എടുത്തിട്ട് നമുക്ക് നമ്മുടെ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഇനി ഹൈറ്റ് കൂട്ടണമെങ്കിൽ ഹൈറ്റ് കൂട്ടാൻ നമുക്ക്. അതേപോലെ തന്നെ ത്രീ ടൈപ്പിൽ നമുക്ക് ഇതിൻ്റെ സീറ്റിൻ്റെ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ സീറ്റിൻ്റെ ഹൈറ്റ് ഇരിക്കുന്നത് മിഡിൽ റേഞ്ചിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, കാരണം എനിക്ക് കറക്റ്റ് റൈഡിങ് പൊസിഷനും അളവും കാര്യങ്ങളൊക്കെ ഈ ഒരു രീതിയിലാണ് കറക്റ്റ് എനിക്ക് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ നോക്കുക വെച്ചാൽ നമ്മുടെ റിലേകളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. അതിൻ്റെ റിലേയുടെ ഓരോ ചിപ്പുകളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് ബാറ്ററി വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത് പിന്നെ കുറച്ച് കൺട്രോൾസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ സീറ്റിൻ്റെ, അതായത് റൈഡറിൻ്റെ സീറ്റിൻ്റെ അടിയിൽ വന്നിട്ടുള്ളത്. നമ്മുടെ സീറ്റ് ജസ്റ്റ് ഞാനൊന്ന് കറക്റ്റ് ചെയ്ത് വെച്ചു. ഇനി അതേപോലെ തന്നെ നമ്മുടെ ബാക്ക് സീറ്റും അതേപോലെ തന്നെ നമുക്ക്, അതായത് ഫ്രണ്ടിൽ നിന്ന് അങ്ങോട്ട് തള്ളുമ്പോഴാണ് ഇത് ലോക്ക് ആവുന്നത്. നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇത്രയുള്ള പണി സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ സീറ്റ് ഫിക്സ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ സൈലൻസർ പഴയ സൈലൻസറിനെക്കാട്ടും ഫുള്ളി ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സൈലൻസറും കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. ഇത് നമുക്ക് അലുമിനിയത്തിൻ്റെയും പിന്നെ അതേപോലെ ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓഫ് റോഡ് ചെയ്യുന്ന ആൾക്കാർ കൂടുതലും ഇത് ഒന്നില്ലെങ്കിൽ ഫുള്ളി അലുമിനിയത്തിൻ്റെ ഗാർഡ് വെച്ചതിന് ശേഷം ഓഫ് റോഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇത് പൊട്ടാനുള്ള വളരെ സാധ്യത കൂടുതലാണ്. ഇതിപ്പോൾ നോർമലി ഇപ്പോൾ ഓഫ് റോഡിൽ മാത്രം ഓടിക്കുന്നവരൊക്കെ വെച്ചാൽ ഇത് ചേഞ്ച് ചെയ്യണമെന്നില്ല. അല്ലെങ്കിൽ ഇത് ചേഞ്ച് ചെയ്തിട്ട് ഓഫ് റോഡ് പോകുന്നവരാണെങ്കിൽ ഇത് ചേഞ്ച് ചെയ്യായിരിക്കും നല്ലത്. പിന്നെ നമ്മുടെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്ന് വെച്ചാൽ നമ്മുടെ എൻജിൻ കിൽ സ്വിച്ച് ഇവിടെ കാണാം. പിന്നെ നമുക്കിവിടെ ഒരു ഹസാർഡ് സ്വിച്ച് കാണാം. പിന്നെ നമുക്കൊരു ഇത് നമ്മുടെ ഇഗ്നീഷൻ കൺട്രോളിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. അത്രയാണ് റൈറ്റ് സൈഡിൽ വന്നിട്ടുള്ളത്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻഡിക്കേറ്റർ, അതായത് ലെഫ്റ്റ് റൈറ്റും ഇൻഡിക്കേറ്റേഴ്സ് കാണാം നമുക്കിവിടെ. പിന്നെ നമ്മുടെ ഡിമ്മും ബ്രൈറ്റും ആണ് വന്നിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെയാണ് നമുക്ക് പാസ് ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ ഒരു ഹോം ബട്ടൺ കാണാം നമുക്കിവിടെ. പിന്നെ നമുക്ക് അതിൻ്റെ അടിയിൽ നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്കിവിടെ നമ്മുടെ ഹോണിൻ്റെ ബട്ടൺ കാണാം. പിന്നെ നമുക്കൊരു നമ്മളെ മീറ്ററിൻ്റെ ഒരു കൺട്രോൾ നമുക്കിവിടെ കാണാം. അതായത് നമ്മുടെ ട്രിപ്പ് കാര്യങ്ങൾ, പിന്നെ നമ്മുടെ റോയൽ എൻഫീൽഡിനെ കണക്റ്റ്, അതൊക്കെ ഈ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ കൺട്രോളിങ് കാര്യങ്ങളൊക്കെ ചെയ്യണത്. പിന്നെ നോക്കുക വെച്ചാൽ നമ്മുടെ മിററും കാര്യങ്ങളൊക്കെ ഈ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത്. നമ്മുടെ 2 മിററും കാര്യങ്ങളൊക്കെ ഈ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ നോക്കുകയെന്ന് വെച്ചാൽ നമുക്കൊരു 5 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് സോക്കറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഇത് ഫുൾ സി ടൈപ്പാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇതൊരു സി ടൈപ്പ് ചാർജിങ് സോക്കറ്റ് നമുക്കിവിടെ കിട്ടും ഈ ഹാൻഡിലെ ബ്ലാക്കിൽ. അപ്പോൾ അത്ര കുറച്ച് കൺട്രോൾസും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ പുതിയ ഹിമാലയൻ്റെ മുകളിൽ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഇഗ്നീഷൻ നോക്കാം. ഇഗ്നീഷൻ നമ്മൾ ഇഗ്നീഷൻ ഓൺ ആക്കുമ്പോൾ നമുക്കിവിടെ ഹിമാലയൻ എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ എഴുതി കാണിക്കും. അതേപോലെ തന്നെ നമ്മുടെ മീറ്റർ നമുക്കിവിടെ കാണാം. പിന്നെ നമ്മുടെ മീറ്ററിൻ്റെ ഉള്ളിൽ വന്നുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ കണക്ടിവിറ്റിയാണ്. അതായത് റോയൽ എൻഫീൽഡിൻ്റെ ആപ്പ് നമ്മൾ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ലിങ്കാണ് ഈ കാണിച്ചിട്ടുള്ളത്. പിന്നെ അത് അപ്പുറത്ത് നോക്കുക വെച്ചാൽ നമുക്കൊരു നമ്മുടെ ക്ലോക്ക് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടെമ്പറേച്ചർ നമുക്കിവിടെ കാണാം. അതായത് പുറത്തുള്ള നമ്മുടെ ടെമ്പറേച്ചറാണ് പറയണത്. പിന്നെ നമുക്ക് ന്യൂട്രൻ്റെ ഇത് കാണാം. പിന്നെ നമ്മുടെ കിലോമീറ്റർ പെർ അവർ കാണാം. അപ്പോൾ ഇതിന് നമുക്ക് നമ്മുടെ ഓഡോമീറ്റർ കാണാം. പിന്നെ നമ്മുടെ ഫ്യൂവൽ ഗേജ് കാണാം. അത്ര അടങ്ങിയൊരു മീറ്ററാണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഈ ഹോം ബട്ടൺ, നമ്മൾ ഈ ഒരു ബട്ടണിൽ ഇവിടെ ഒരു M എന്നുള്ളൊരു ബട്ടൺ നമ്മൾ അമർത്തി പിടിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഡിസ്പ്ലേ ചേഞ്ച് ആവും. ഈ ഒരു രീതിയിലായി നമ്മുടെ ഡിസ്പ്ലേ. നമ്മളത് ലോങ് പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ RPMും കാര്യങ്ങളൊക്കെ വേറെ നമ്മുടെ 1 to 9 നമുക്ക് RPM കൂടെ കാണാൻ പറ്റും. പിന്നെ നമുക്ക് നമ്മുടെ ഫ്യൂവൽ ഗേജൊക്കെ ഈ ഒരു മോഡലിലായി മാറി. അതായത് റൗണ്ട് ഷേപ്പിലായിട്ടുള്ള ഒരു C ഷേപ്പിലുള്ളൊരു ഫ്യൂവൽ ഗേജ്. നമുക്ക് അടിയിലായിരുന്നു ഫ്യൂവലിൻ്റെ ഇതുണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്ക് ഇങ്ങനെയാവും ഇപ്പോൾ കാണിക്കണത്. പിന്നെ നമ്മുടെ ന്യൂട്രൽ, പിന്നെ നമ്മുടെ കിലോമീറ്റർ പെർ അവർ, പിന്നെ നമ്മുടെ ട്രിപ്പും കാര്യങ്ങളൊക്കെ ഈ ഒരു അടിഭാഗത്തായിട്ടുണ്ട് വരിക കേട്ടോ. 2 ഫ്യൂവൽ റേഞ്ച്, പിന്നെ നമ്മുടെ വോൾട്ടേജ്, പിന്നെ നമ്മുടെ എൻജിൻ ടെമ്പറേച്ചർ,
കാരണം നമുക്ക് 60 ഡിഗ്രി സെൽഷ്യസ് ടു 120 ഡിഗ്രി സെൽഷ്യസ് വരെ നമുക്ക് ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കി നോക്കാം. ഇതാണ് നമ്മുടെ കിൽ സ്വിച്ച് കൊണ്ട് നമ്മൾ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ വണ്ടിയുടെ സൗണ്ട് വെച്ചാൽ ഇങ്ങനത്തെ സൗണ്ടാണ്. അപ്പോൾ കഴിച്ചാൽ എനിക്ക് അത്ര കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് നമ്മുടെ പുതിയ ഹിമാലയനെ കുറിച്ചിട്ട് നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. വേറെ ലെവൽ വണ്ടി എന്ന് വെച്ചാൽ വേറെ ലെവൽ വണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്കും ഒരു ഹിമാലയൻ എടുക്കാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ ഗോ ഫോർ ഇറ്റ്, എന്തായാലും എടുത്തോളൂ, ഒരു സംശയം വേണ്ട. പക്ക വണ്ടി ചില വാല്യൂ ഫോർ മണി എന്നൊക്കെ പറയില്ല. അതായത് ഇപ്പോൾ വണ്ടിക്ക് കുറച്ച് വില കൂടിയുണ്ട്. അതായത് 10,000 രൂപയുടെ ഡിഫറൻറ്റ് വന്നിട്ടുണ്ട് നമ്മൾ എടുക്കുന്ന ടൈമിൽ. അതായത് നമ്മൾ എടുക്കുന്ന ഈ 2023 കഴിഞ്ഞിട്ട് 2024 അതിന് ശേഷം വണ്ടിക്ക് കുറച്ച് പ്രൈസും കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്. നമ്മളെടുക്കുമ്പോൾ നമ്മളിത് ബുക്ക് ചെയ്തത് നവംബറിലാണ് നമ്മളിത് ഈ വണ്ടി ബുക്ക് ചെയ്യണത്. ബുക്ക് ചെയ്തിട്ട് നമുക്ക് ഡെലിവറി ഡിസംബർ 29 നമുക്ക് ഡെലിവറി ചെയ്തത് വണ്ടി. അപ്പോൾ ആ ടൈമിലൊക്കെ വണ്ടിയുടെ വില എന്ന് പറഞ്ഞാൽ ഒരു 10,000 രൂപ കുറവായിരുന്നു. ഇപ്പോൾ 10,000 രൂപ നമുക്ക് ഈ വണ്ടിക്ക് കൂടിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് 3,80,000 സംതിങ് ആണ് ഇപ്പോഴുള്ള റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ തുടർന്ന് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ കൂടെ കാണാം. ആ ചാനലിൽ കൂടെ കാണണമെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യണമെന്ന് അറിയാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടെ കാണാം. അണ്ടിൽ ദെൻ സൈനിങ് ഓഫ് വിഷ്ണു. ബൈ ബൈ.